ഇപ്പം മനസ്സിൽ നമ്മൾ സ്ത്രീയാണല്ലോ, കണ്ടു കഴിഞ്ഞാൽ പുരുഷനെ പോലെ ഇരിക്കും. പക്ഷേ എൻ്റെ സർജറി ഫെയില്യൂർ ആയിരുന്നു. സെക്സ് വർക്ക് ചെയ്യുന്നവരോട് അതുപോലെ നമ്മൾ സ്ത്രീകളോടായിരിക്കും ഏറ്റവും കൂടുതൽ കളിക്കാനായി. ഡ്രസ്സ് മാറ്റി നിർത്തിയാൽ ആ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ എപ്പോഴെങ്കിലും ശ്രമിച്ചു? 95% മരിച്ചു. അപ്പോൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. അപ്പോൾ അതുകൊണ്ട് സെക്സ് വർക്ക് എന്നുള്ളൊരു മേഖല തിരഞ്ഞെടുക്കണം. നീ ആണാണ്, നിങ്ങൾക്കിത് കേസെടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ ആൾക്കാരൊക്കെ സെക്സ് വർക്കേഴ്സാണ്. വിജയ് സാറിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ലിവിങ് ടുഗദറിൽ വിശ്വസിക്കുന്നതും വിവാഹത്തിൽ വിശ്വസിക്കാത്തതും അതുകൊണ്ടാണോ? വൻകൂടൽ കട്ട് ചെയ്ത് യോജിപ്പിക്കുന്ന ഭാഗത്ത് സ്റ്റിച്ച് വീണിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ സൗണ്ടൊന്നും മാറ്റരുത്. എല്ലാം ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കും. തട്ടയിട്ട കുട്ടികളെ എന്നും എനിക്കൊരു കൗതുകമായിരുന്നു. അവർ വളരെ സുന്ദരികളായിരുന്നു. എൻ്റെ ആദംസ് ആപ്പിൾ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളഞ്ഞതാണ്. എല്ലാവരും തിരഞ്ഞെടുക്കുന്നതിന് മാർഗം എന്ന് പറഞ്ഞാൽ സെക്സ് വർക്ക് തന്നെയാണ്. പിന്നെ എനിക്കൊരു പാർട്ട്ണറുണ്ട്, അജ്മൽ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ മുസ്ലിമാണ്. ആ പേരും ഈ തട്ടും അത് തമ്മിൽ എന്താ? ഒരു ദിവസമെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പ്രകാരം സ്ത്രീയായിട്ട് ജീവിച്ച് മരിക്കാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. ജെൻഡറും സെക്സും ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ നിശ്ചയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ കളിയാക്കുന്നു, ചിരിക്കുന്നു. ഞാനൊരു ഗേ ആണെന്ന് ആദ്യം തന്നെ തിരിച്ചറിയുന്നത്. അത് വൻകുടലിലേക്കാണല്ലോ മലമായിട്ട് പോകുന്നത്. അപ്പോൾ വൻകുടലിൽ നമുക്ക് സാധാരണ ഒരു പൈപ്പിലൊരു ഓട്ട വീണ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ അടുത്ത് സാർ വന്നപ്പോഴത്തേന് പറഞ്ഞു, നീ പഠിക്കൊന്നും വേണ്ട, നീ ഏതെങ്കിലും ബാലയിൽ പെൺവേഷം കിട്ടിയാൽ മതി. അതിനുശേഷം അതെന്തുകൊണ്ടാണ് ഈ ഒരു സൂയിസൈഡ് എന്നുള്ളൊരു ചിന്ത? അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുന്നതായിരുന്നു. ലേറ്റ് ആയിരുന്നെങ്കിൽ മരിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് അത് തന്നെ, പുള്ളിക്കാരുടെ വിചാരം ട്രാൻസ്ജെൻഡേഴ്സിന് ID കാർഡ് കൊടുത്തിരിക്കുന്ന സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമല്ലാത്ത ശരീരത്തിൽ ജീവിക്കുന്നവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കാൻ ഇഷ്ടമല്ലാത്ത ശരീരത്തിൽ നിന്ന് പുറത്തു കടന്ന് സ്വന്തം സ്വത്വത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം ട്രാൻസ്ജെൻഡർ സമൂഹത്തെ ഒരു പരിധിവരെ ഉൾക്കൊള്ളുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിന് കാരണം അവർ സമൂഹത്തിൽ സജീവമായി ഇടപെടുന്നതും കുറേയൊക്കെ അവരുടെ തുറന്ന പറച്ചിലുകൾ കൊണ്ടുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ജീവിതം പറയാൻ ട്രാൻസ് യുവതി ദീപ എസ് റാണിയാണുള്ളത്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ കണ്ടതിന് വളരെ സന്തോഷം. 3 വർഷം മുൻപ് സർജറി, അതായത് സ്വന്തം സ്വത്വത്തിൽ ഒരു പുതുപ്പിറവി. ആ 3 വർഷത്തിന് മുൻപും ശേഷവും സന്തോഷത്തിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ അതെന്താണ്? സന്തോഷത്തിൻ്റെ ഏറ്റക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല സ്റ്റേജുകൾ കടന്നിട്ടാണല്ലോ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ സ്വന്തം തുറന്ന് പറയുന്നതിന് മുമ്പേ, നമ്മളുടെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ മറ്റൊരു മാനസികാവസ്ഥയാണ്. അത് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സ്ത്രീത്വത്തെ പുറത്ത് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ, പിന്നെ മറ്റുള്ള ആൾക്കാരുടെ ഒരു കളിയാക്കൽ, അത് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ സന്തോഷത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക, ഇഷ്ടമുള്ള രീതി ജീവിക്കുക എന്ന് പറയുന്നതും അതിലും വളരെ സന്തോഷം. ഇപ്പം മനസ്സിൽ നമ്മൾ സ്ത്രീയാണല്ലോ, കണ്ടു കഴിഞ്ഞാൽ പുരുഷനെ പോലെ ഇരിക്കുമെങ്കിൽ ആ മനസ്സ്, ആ സ്ത്രീ എന്നുള്ള ആ മനസ്സിനെ നമ്മൾ സർജറിയൊക്കെ ചെയ്ത് ആ ഒരു പൂർണ്ണാവസ്ഥയിൽ എത്തുമ്പോൾ അത് പറയാൻ പറ്റാത്തൊരവസ്ഥ. എന്ന് വെച്ചാൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും വിചാരിക്കുന്ന അങ്ങനെ ആയിരിക്കണം, എന്നെപ്പോലെ തന്നെ ആയിരിക്കണം. കാരണം ഒരു ദിവസമെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പ്രകാരം സ്ത്രീയായിട്ട് ജീവിച്ച് മരിക്കാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് എത്ര നാൾ മുന്നോട്ട് പോകുന്നു അത്ര നാൾ ജീവിക്കും. ഈ ജെൻഡറും സെക്സും ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ നിശ്ചയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് തിരിച്ചറിയുന്നത് എപ്പോഴാണ് ദീപ? അത് പലർക്കും പല സാഹചര്യത്തിലാണ്. ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണെന്ന് തോന്നിയത്. കാരണം ഓരോരുത്തരുടെ പെരുമാറ്റം, നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ കളിയാക്കുന്നു, ചിരിക്കുന്നു. പിന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും ഉള്ളതുപോലെ നമ്മൾ സ്ത്രീകളോടായിരിക്കും ഏറ്റവും കൂടുതൽ കളിക്കാനായാലും അവരുടെ അംഗചലനങ്ങളായിരിക്കും നമുക്ക്, അവർ ചെയ്യുന്ന ഓരോ പരിപാടികളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുക. അപ്പോൾ അവരുടെ കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു നാട്ടിൻപുറമായിരുന്നു. എൻ്റെ പത്തനംതിട്ട എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് വളരെ ഒരു ഗ്രാമമാണ്. അപ്പം അവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ട്രാൻസ്ജെൻഡർ എന്തെന്നോ അല്ലാതെ ഗേ എന്തെന്നോ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണെന്ന് മാത്രം അറിയാം. അപ്പം അത് വെച്ചിട്ട് പിന്നെ ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ വെളിയിലോട്ടൊക്കെ പോയി പഠിക്കേണ്ട, വെളിയിലെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ പഠിക്കുമ്പോഴാണ് മറ്റുള്ളവർ പല കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാനൊരു ഗേ ആണെന്ന് ആദ്യം തന്നെ തിരിച്ചറിയുന്നത്. പിന്നീടാണ് ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ഒരു പഠിക്കുന്ന കാലയളവിൽ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു സ്ത്രൈണത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കൂട്ടുകാരുടെ, സഹപാഠികളുടെ, അധ്യാപകരുടെ ഒക്കെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? സമീപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് അധ്യാപകരുടെ ആയിരുന്നു. പക്ഷെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ എന്നെ അങ്ങനെ ഒരുപാട് കളിയാക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എല്ലാവരോടും വളരെ തമാശയൊക്കെ പറഞ്ഞ് പോകുന്നൊരു കൂട്ടത്തിലാണ്. പെൺകുട്ടികളോടായാലും ഒരുപാട് തമാശ ചെയ്ത്. പക്ഷെ ആൺകുട്ടികൾ ചോദിക്കുമായിരുന്നു, നീ എന്താണ് എപ്പോഴും പെൺകുട്ടികളോട് കൂട്ടുകൂടുന്നതൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ 10ാം ക്ലാസ്സിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ടീച്ചേഴ്സ് നമ്മളെ സെൻഡ് ഓഫ് ഒക്കെ തരുന്ന സമയത്ത് എല്ലാവരും പറയും, നീ പഠിച്ച് നല്ല ഇത് എത്തണം, നീ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ ആ ഒരു എൻ്റെ അടുത്ത് സാർ വന്നപ്പോഴത്തേന് പറഞ്ഞു, നീ പഠിക്കൊന്നും വേണ്ട, നീ ഏതെങ്കിലും ബാലയിൽ പെൺവേഷം കിട്ടിയാൽ മതി, സ്ത്രീ വേഷം കിട്ടി ജീവിച്ചാൽ മതി എന്നുള്ളൊരു ടോപ്പിക്കില്ല. അപ്പോൾ അതിപ്പോഴും എനിക്ക് ഈ ഒരു ഏജിലും എനിക്കത് മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. പിന്നെ കോളേജിൽ ചെന്ന സമയത്ത് ഞാൻ BA പഠിച്ചപ്പം ബോയ്സ് വളരെ കുറവായിരുന്നു, ലേഡീസ് ആയിരുന്നു കൂടുതൽ. അപ്പം കുറച്ച് ആൺകുട്ടികളെ ഉണ്ടായിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്നു. പക്ഷെ എന്നാലും പെൺകുട്ടിയോടായിരുന്നു കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കോളേജ് ലെവലിൽ പോകുന്ന വെച്ചാൽ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ബസ്സിൽ കളിയാക്കലുണ്ടായിട്ടുണ്ട്. കോളേജിൽ എന്നോട് അടുത്ത കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, നീ എന്താണ് എങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇങ്ങനെയൊക്കെ എന്താണ് നടക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ പ്രസ്റ്റേജ് ഒരു പ്രശ്നമായിരുന്നു എനിക്ക്, ട്രാൻസിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട്. അപ്പം ഞാൻ ആൺകുട്ടികളെ പോലെ നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? സഹോദരങ്ങളായിട്ട് ആരാണുള്ളത്? ഇപ്പം എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, 3 സഹോദരങ്ങളുണ്ട്. അച്ഛൻ മരിച്ചുപോയി. ഞാൻ വീട്ടിൽ പോകാറുണ്ട്, മാസത്തിൽ ഒരു 3 ദിവസം വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. സ്വന്തം സ്വദേശം പത്തനംതിട്ടയാണ്. അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു പറിച്ചു നടൽ എന്തുകൊണ്ടായിരുന്നു? കോഴിക്കോടേക്ക് ഒരു പറിച്ചു നടന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ട്രാൻസ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG ഫസ്റ്റ് ഇയർ ആയ സമയത്ത് വീട്ടിൽ വളരെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് വീട്ടുകാരോട് പറഞ്ഞു, എനിക്കൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ ഇതാണെന്നൊക്കെ വീട്ടിൽ തുറന്ന് പറയുന്നത്. പക്ഷെ അവർക്കൊന്നും ട്രാൻസ്ജെൻഡേഴ്സ് എന്താന്ന് പോലും അറിയത്തില്ല. അപ്പം അവർ ആ ഒരു രീതിയിൽ സംസാരിച്ചുള്ളൂ. അമ്മയ്ക്കൊക്കെ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പം ആ രീതിയിലൊക്കെയാണ് സംസാരിച്ചുള്ളത്. അങ്ങനെ ഞാൻ ഒരുപാട് പിന്നെ മാനസികമായിട്ട് വളരെ ഡിപ്രഷനായ സമയത്ത് എൻ്റെ മുന്നിൽ വേറൊരു വഴിയും കണ്ടില്ല. അപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് എത്തിച്ചേർന്ന് എന്താണെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് കോഴിക്കോട് സ്ഥലവും അറിയില്ല. സത്യം ഞങ്ങളുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കായംകുളമാണ്. അപ്പം കായംകുളത്തുനിന്ന് ഞാൻ ട്രെയിൻ കയറി കോഴിക്കോട് എത്തിച്ചേരുകയാണ്. അതിനുശേഷം അതെന്തുകൊണ്ടാണ് ഈ ഒരു സൂയിസൈഡ് എന്നുള്ളൊരു ചിന്ത എന്തുകൊണ്ട്? എൻ്റെ അറിവിൽ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർ എന്നെ കളിയാക്കുന്നു, പലതരത്തിൽ നമ്മൾ അബ്യൂസ് ചെയ്യാൻ നോക്കുന്നു. അപ്പം അത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി. വീട്ടിൽ തുറന്നു പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ. അപ്പം എൻ്റെ മുന്നിൽ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ, സൂയിസൈഡ് ചെയ്യാന്നുള്ള വഴിയെ കണ്ടുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു സ്ഥലം തിരഞ്ഞെടുത്തത്. കാരണം എൻ്റെ അറിവില്ല വെച്ചാൽ ദൂരെ പോയി മരിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടേക്ക് വന്നത്? തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോഴിക്കോട് വന്നതിന് ശേഷം ഞാനൊരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് താമസിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഗേകൾ ട്രാൻസൊക്കെ ഉള്ളൊരു കുറച്ചും കൂടെ ഉള്ള സ്ഥലമാണ് കോഴിക്കോട്. പക്ഷെ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ താമസിച്ച റൂമിൻ്റെ അവിടെ 2-3 ഗേകളുണ്ടായിരുന്നു. അപ്പം എന്നെപ്പോലെ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരോട് ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സമയത്ത് അവരാണ് എന്നോട് പറയുന്നത്, നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, കുറേ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, സ്ത്രീകളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് എനിക്ക് അവർ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ പക്ഷേ പെട്ടെന്ന് നമുക്കൊരു വേറെ സ്ഥലത്തുനിന്ന് വന്നിട്ട് ഈ ഒരു കോഴിക്കോട് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇവരോട് മിങ്കിൾ ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. നമ്മൾ അവരുടെ CPOയിൽ ചേരണം, അതൊക്കെയാണ്. അത് പെട്ടെന്ന് സാധിക്കില്ല. മറ്റൊരു ജില്ലയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് അതും സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ ഞാൻ ഇവിടെ കോഴിക്കോട് പാരഗൺ ഹോട്ടലിൽ ഞാൻ അക്കൗണ്ടൻ്റായിട്ട് കയറുകയാണ്. അവിടെ 4 വർഷം ഞാൻ ജോലി ചെയ്തു, കുറച്ച് കാശൊക്കെ സമ്പാദിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ സർജറി. ആ ടൈമിൽ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ബന്ധം ഉണ്ടായി, ഇവൻറ്റിനൊക്കെ പോവും, പ്രോഗ്രാംസ് ഒക്കെ കണ്ടന്റ്. അങ്ങനെയാണ് പിന്നെ ഈ ഒരു ലെവൽ സർജറി ഈ ഒരു ഫീൽഡിലേക്ക് പോകാനുള്ളൊരു സാഹചര്യമായിരുന്നു. സർജറി ഇപ്പോൾ 3 വർഷം മുന്നേ കഴിഞ്ഞു. ഇപ്പം അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇപ്പം അതിൻ്റെയായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ എൻ്റെ സർജറി ഫെയിലിയർ ആയിരുന്നു. അത് എൻ്റെ ഡൗൺ സർജറി ചെയ്തത് കോയമ്പത്തൂർ വേല ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടുന്ന് സർജറി പരാജയമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് സർജറി ഉണ്ട്. അതിൽ നോർമൽ സർജറി ഉണ്ട്, SR സർജറി ഉണ്ട്, പിന്നെ വെജിനോപ്ലാസ്റ്റി ചെയ്യുന്നത് നമ്മൾ വൻകുടലോ ചെറുകുടലോ കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സർജറി ഉണ്ട്. ഞാനത് കുറച്ച് നമുക്ക് ശാരീരികമായിട്ട് നമ്മൾ ദാമ്പത്യ ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സാധാരണ കൂടുതലും ആൾക്കാർ വൻകുടൽ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുകുടൽ കട്ട് ചെയ്തിട്ടോ ഒരു സർജറിയാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ എനിക്ക് അതിനോടായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ കോയമ്പത്തൂർ വേല ഹോസ്പിറ്റലിലേക്ക് ഞാൻ സർജറിക്ക് പോകുന്നത്.
അപ്പോൾ അവിടെ ചെന്ന സമയത്ത് എൻ്റെ കൺസെപ്റ്റിലെ ഹോസ്പിറ്റലൊന്നും അല്ല, നമ്മൾ കണ്ടിട്ടുള്ള വലിയ വലിയ ഹോസ്പിറ്റൽ എന്നൊക്കെ ധാരണയിലാണ് ഒരുപാട് പേര് വേണം, യൂറോളജിസ്റ്റ് വേണം, ഗൈനക്കോളജിസ്റ്റ്. അവിടെ ചെന്നത് സാധാ ഒരു ക്ലിനിക്കായിരുന്നു, മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖം എടുക്കുന്ന ഒരു ക്ലിനിക്കായിരുന്നു. അപ്പോൾ അവിടെ സർജറി നടക്കാറില്ല എന്ന് ചോദിക്കും. പക്ഷേ അവിടെ ഒരുപാട് സർജറി നടക്കാറുണ്ട്, ഉള്ളി ഷേപ്പ് സർജറി മാത്രം. അവിടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണല്ലോ, അപ്പോൾ അവർക്ക് ഷേപ്പ് സർജറിയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങടേക്ക് റെഫർ ചെയ്ത് തരാം, അവിടെ നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങടെ ചെല്ലാനുള്ള കാരണം എന്തായിരുന്നു? അപ്പോൾ ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റികളൊക്കെയാണ് സർജറി ചെയ്യുന്ന ടൈമിൽ ഈ സർജറി ചെയ്ത ആൾക്കാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെ. പക്ഷേ അന്ന് ഒരു 3 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ അത്ര ഈ നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലൊന്നും അത്ര ആയിട്ടില്ല സർജറി ചെയ്യാനുള്ളത്. അപ്പം എല്ലാവരും പോയിട്ട് ഈ വേല ഹോസ്പിറ്റലാണ് ചെയ്യാറ്. അപ്പം ഞാനും അങ്ങോട്ടേക്ക് റെഫർ ചെയ്യാണ്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം ഡോക്ടറോട് അവിടെ സർജറി എന്നുള്ള ഇതേ അറിയുള്ളൂ, പക്ഷേ സർജറി ഡീറ്റെയിൽസ് പറഞ്ഞു തന്ന ഈ ഡോക്ടറാണ്. അപ്പം ആ ഡോക്ടറാണ് വൻകുടൽ കട്ട് ചെയ്തിട്ടുള്ള സർജറിക്ക് വേണ്ടിയിട്ട് എന്നെ. ഈ സർജറി ഫെയിലിയർ ആണ് എന്ന് അറിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും നടപടിക്കോ കാര്യങ്ങൾക്കോ പോയിരുന്നോ? ഹോസ്പിറ്റലിനെതിരെ നടപടി ഞാൻ അതിനുശേഷം സർജറി കഴിഞ്ഞ് 4 days ആയപ്പോഴത്തേനും നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വന്നു. ഈ തിരിച്ചു വന്നതിന് ശേഷമാണ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായെന്ന് മനസ്സിലാകുന്നത്. അത് സങ്കീർണത എനിക്ക് വൻകുടലായിരുന്നു പ്രശ്നം. എന്ന് വെച്ചാൽ വെജിനോപ്ലാസ്റ്റി ചെയ്തെടുത്തല്ല പ്രശ്നം, വൻകുടലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻകുടൽ കട്ട് ചെയ്ത് യോജിപ്പിക്കുന്ന ഭാഗത്ത് സ്റ്റിച്ച് വീണിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ നോർമലി 4 days കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് അത് വൻകുടലിലേക്കാണല്ലോ മലമായിട്ട് പോകുന്നത്. അപ്പം വൻകുടലിൽ നമുക്ക് സാധാരണ ഒരു പൈപ്പിലൊരു ഓട്ട വീണ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അതിലേക്കൂടെ പോകില്ല. അതുപോലെ തന്നെ വയറ്റിലേക്ക് ഇൻഫെക്ഷനായിട്ട് ബാധിച്ചു. അതിനുശേഷമാണ് റീനെ മെഡിസിറ്റി എറണാകുളത്ത് മിസ്റ്റർ മനോജ് ഡോക്ടറാണ് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. കാരണം പുള്ളി തന്നെയാണ് പറഞ്ഞത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, മരിക്കേണ്ട ഒരു 95% മരിച്ചു, അപ്പോൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി ഒരു 2 കൽപ്പിച്ചൊരു മേജർ സർജറിയിലേക്ക് പോകുന്നത്. ഒരു 19 മണിക്കൂർ ടൈം എടുത്തൊരു സർജറി ആയിരുന്നു. അതിനുശേഷം പിന്നെ ഞാനൊരു 1 year ബെഡ് റെസ്റ്റ് ആയിരുന്നു. 6 മാസം സർജറി ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 1 year ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ഒരു സഹായത്തിന് കൂടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? പക്ഷേ ഒരു 3 വർഷം മുമ്പ് എൻ്റെ സർജറി കഴിഞ്ഞ ഒരു കർക്കിടക മാസത്തിലായിരുന്നു. ഭയങ്കര മഴയും ഫ്ലഡൊക്കെ വന്നൊരു ടൈമിലായിരുന്നു. ഫുള്ള് വെള്ളപ്പൊക്കവും നാട്ടിലെ വൻ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തായിരുന്നു എൻ്റെ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പ്രശ്നങ്ങൾ പോലെ തന്നെ ആയിരുന്നു ഞാനും എൻ്റെ കൂടെ. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് സഹായിക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് സർജറി കഴിഞ്ഞ് വരുന്ന ടൈമിൽ എൻ്റെ 5,000 rupees ഉണ്ട്, ഞാനും ഉണ്ട്. സർജറിക്കൊക്കെ ഒരു 4 ലക്ഷം 3 ലക്ഷം രൂപ ആയിട്ടുണ്ട് ടോട്ടലായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് വ്യക്തികൾ കേരളത്തിലെ ട്രാൻസ് കമ്മ്യൂണിറ്റി എല്ലാം സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സാമ്പത്തികമായിട്ട് സഹായിച്ചു. ആരുടെയും കയ്യിൽ ഇല്ലായിരുന്നു, പക്ഷേ എല്ലാവരും എല്ലാ ജില്ലകളിലും ഓരോ CBI ഉണ്ടല്ലോ, അപ്പം അവർ CBI എല്ലാം ഏറ്റെടുത്ത് പിരിവിട്ട് നമുക്ക് സർജറി ചെയ്യുന്നു. അതുപോലെ തന്നെ രഞ്ജുമാരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അപ്പം അവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ എന്നെ കൂട്ടിരുന്ന ആൾക്കാരെ ഇത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു 14 days ICUലായിരുന്നു, വെള്ളം പോലും കുടിക്കാതെ. അതിന് ശേഷമാണ് വാർഡിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ എൻ്റെ കൂട്ടിരിക്കുകയും എനിക്ക് സഹായിക്കുകയും വേണ്ടി 4-3 ദിവസം കുളിക്കാതെ പോലും കുറേ കുട്ടികൾ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചവർക്കാണ് ഏറ്റവും എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തത്. കാരണം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുന്നതായിരുന്നു. ലേറ്റ് ആയിരുന്നെങ്കിൽ മരിച്ചെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ആംബുലൻസിൽ എന്നെ കയറ്റിക്കൊണ്ട് പോയത് എൻ്റെ ഉത്തര അറിയാന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ 2 സുഹൃത്തുക്കളാണ്. ഞാൻ ഈ ഒരു ട്രാൻസിലേക്ക് മാറുന്നതിന് ആ ഒരു കാലയളവിന് മുന്നേ തന്നെ ഇവരെൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ച എൻ്റെ ഈസ്റ്റിൽ അപ്പാർട്ട്മെൻറ്റിലെ കുറേ ആൾക്കാരൊക്കെ പിരിവിട്ടത്തൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയതും. ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഇത്ര സങ്കീർണമാണെന്നുള്ളത് ശരിക്കും ട്രാൻസ് യുവതി അനന്യയുടെ മരണത്തോടു കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനൊരു ശസ്ത്രക്രിയക്ക് വിധേയമാകാൻ ഒരുങ്ങുന്നവരുണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? പുതിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ നമ്മൾ എല്ലാം ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അപ്പോൾ അവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യില്ല. ഇതൊക്കെ വളരെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോട്ടോക്കോളൊക്കെ പാലിക്കുന്ന ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുക ഫസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സർജറിക്കൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു 1 year ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റിനെ കാണണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഇതെല്ലാം അലൗഡാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഔട്ട് ഓഫ് കേരള, ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് സർജറി ചെയ്യണം എന്നാണ്
എനിക്കുള്ള അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് പ്രോബ്ലംസ് ഉണ്ട്, സർജറി സക്സസ്ഫുൾ അല്ല. അപ്പോൾ ആരും ഇത് തുറന്ന് പറയാത്ത ആൾക്കാരുണ്ട്. കാരണം പ്രസ്റ്റേജ് എന്ന് വെച്ചാൽ ആർക്കും ഇപ്പം എനിക്കിപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സർജറി ഫെയിലിയർ ആണ്, പക്ഷേ ഞാൻ ഒരിക്കലും മറ്റൊരാൾ തുറന്ന് പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് പറഞ്ഞാൽ നാണക്കേട്, മറ്റേത് പ്രശ്നങ്ങൾ, അപ്പം മറ്റുള്ള ആൾക്കാർ അറിയും, പബ്ലിക് അറിയും. അപ്പോൾ അതുകൊണ്ട് ആരും മാക്സിമം ഒരു 75% ആൾക്കാർ ഇത് മറച്ചു വെക്കുകയാണ് ചെയ്യുക. അപ്പം നല്ല ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുക. അപ്പം കുറച്ച് ഇതിൻ്റെ എമൗണ്ടൊക്കെ വളരെ സങ്കീർണമാണ്, പക്ഷേ അതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നാണ് മാത്രമേ പറയാനുള്ളൂ. അപ്പം നല്ല ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുക. ഞാൻ എൻ്റെ സ്വത്തും ഇതാണ്, എനിക്ക് സർജറി ചെയ്ത് സ്ത്രീയായിട്ട് മാറണം എന്നൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഞാൻ ഒരിക്കലും അമ്മയോടോ എൻ്റെ വീട്ടുകാരോടോ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല സർജറി ചെയ്ത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് വന്നു. അപ്പോൾ അവർ 5 വർഷം ഞാനിവിടെ ജോലി ചെയ്ത ടൈമിൽ ഞാൻ വീട്ടിലൊക്കെ പോകാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ജോലി ചെയ്ത സ്ഥലത്ത് തുറന്ന് പറഞ്ഞ് സർജറിക്ക് വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയ ആ ടൈം മുതൽ ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയിട്ടില്ല. പിന്നെ സർജറിയൊക്കെ കഴിഞ്ഞ് എല്ലാം ശരിയായതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നതും അതിനുശേഷമാണ് അവർ അറിയുന്നതും സർജറിയൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അവിടെ എന്തായാലും ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരിക്കലും ഒരു അമ്മമാർ മക്കളിങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കില്ല. പിന്നെ അതിനുശേഷം പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ സർജറി ചെയ്തു, പെണ്ണായി മാറി. അപ്പോൾ പിന്നെ അംഗീകരിക്കാന്നല്ലാതെ ഒരു നിവൃത്തി അവരുടെ മുന്നിലില്ലായിരുന്നു. ഇപ്പൊ അമ്മ വിളിക്കലും കോണ്ടാക്ട് ചെയ്യലൊക്കെ ഉണ്ടോ? ഇപ്പം അമ്മ വിളിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വീട്ടിൽ പോകാറുണ്ട്. കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഈ ദീപ റാണി ശിവൻകുട്ടി എന്നാണ് ഫുൾ നെയിം. ആ പേരും ഈ തട്ടും അത് തമ്മിൽ എന്താ ബന്ധം? ഒരുപാട് ബന്ധമുണ്ട്. കാരണം ഞാൻ ആൺകുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു, ഭീമ പള്ളിയിൽ പോയിരുന്നു. അതുപോലെ ക്രിസ്ത്യൻസ് ചർച്ചിലും എല്ലായിടും പോകുമായിരുന്നു. എല്ലാ ദൈവങ്ങളും ഒന്നാണല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും ഇവിടെ പോകുമായിരുന്നു. ഞാൻ പഠിച്ച സമയത്ത് കുട്ടികൾ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സാണ്, മുസ്ലിംസ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, ഹിന്ദുസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ മിങ്കിൾ ചെയ്ത് എനിക്ക് ആ ഒരു ലെവലിലായിരുന്നു. പക്ഷേ അതിലും കൂടുതലും തട്ടുകിട്ട കുട്ടികളെ എന്നും എനിക്കൊരു കൗതുകമായിരുന്നു. അവർ വളരെ സുന്ദരികളായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദുക്കളിലും സുന്ദരികളുണ്ട്, എല്ലാവരും സുന്ദരികളുണ്ട്. പക്ഷേ അത് പ്രത്യേക അവരുടെ ഡ്രസ്സൊക്കെ കാണാനൊരു ഭംഗിയായിട്ട് എനിക്ക് അന്ന് തോന്നിയിരുന്നു. പിന്നെ അതിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ സമയത്ത് മാറി പിന്നെ വീണ്ടും കോഴിക്കോടൊക്കെ തിരിച്ചു വന്നപ്പോൾ അറിയാമല്ലോ ഒരുപാട് തട്ടുവിട്ട സുന്ദരികളുള്ള സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തട്ടവിടാത്തതും സുന്ദരികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ ആകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്, അജ്മൽ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ മുസ്ലിമാണ്. പുള്ളിക്ക് ഈ ഡ്രസ്സിനോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് താല്പര്യം. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊരു സെക്യൂരിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഡ്രസ്സ്. അപ്പം അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു, അത്രയായിരുന്നു. ഡ്രസ്സ് മാറ്റി നിർത്തിയാൽ ആ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? മുസ്ലിം മതത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ. പക്ഷെ ഞാൻ വീഡിയോസ് കാണാറുണ്ട്, അങ്ങനത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും മതത്തിലോട്ട് ദൈവം ഒന്നാണെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇനി ഡ്രസ്സിങ്ങിലൊന്നും ഒരു കാര്യമില്ലല്ലോ. നമ്മുടെ മൈ ബോഡി മൈ റൈറ്റ്സ്, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഇഷ്ടമുള്ള രീതി. ആ ഒരു ലെവലിൽ ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു തട്ട് വിട്ടെന്ന് പറഞ്ഞ് ഞാൻ മുസ്ലിം ആകാൻ പോകുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാറുന്നു, അല്ലെങ്കിൽ ഹിന്ദുസിലോട്ട് പിന്നെ മാറുന്നു എന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലും വീഡിയോസിലൊക്കെയും ഈ ഒരു ഔട്ട്ഫിറ്റിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. മോഡേൺ ഡ്രസ്സുകളോട് ഇഷ്ടമില്ലേ? മോഡേൺ ഡ്രസ്സിനോട് ഇഷ്ടമാണ്. ഞാൻ ഷോസ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ മോഡേൺ ഡ്രസ്സൊക്കെ ഇടാറുണ്ട്. പിന്നെ സാരീസ് ഉടുക്കാറുണ്ട്. ഇപ്പോൾ ഓണത്തിൻ്റെ ഷൂട്ടൊക്കെ വന്ന സാരി, അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാറുണ്ട് ആവശ്യത്തിന് മാത്രം. പിന്നെ എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഞാൻ ഈ ഡ്രസ്സാണ് എനിക്ക് കംഫർട്ടായിട്ട് തോന്നാറ്. ഓക്കെ, റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, വിവാഹ സങ്കല്പമൊക്കെ എന്താണ്? വിവാഹ സങ്കല്പം, എനിക്കിപ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ട്, അജ്മൽ എന്നാണ് പേര്. അപ്പം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ലിവിങ് ടുഗദർ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ആളിപ്പോ പുറത്താണെന്ന് പറഞ്ഞു. ഇപ്പൊ ദുബായിലാണ്. ഓക്കെ, കുറെ നമ്മൾ കാണുന്ന ചിലർക്കാരില്ല കേട്ടോ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. ആർട്ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചെറുതിലേ നമുക്ക് ഡാൻസ്, പാട്ട്, നാടകം അതിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കുമല്ലോ. പെൺകുട്ടിയുടെ മനസ്സാണല്ലോ. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ എൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ വ്യക്തമാക്കിയതിന് ശേഷമാണ് ഞാനൊരു മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത്. അതിന് മോഡലിംഗ് രംഗത്ത് വരുന്നു. പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ നാടകത്തിന് പോകുന്നില്ല. അതുപോലെ തന്നെ അന്തരം എന്ന് പറഞ്ഞൊരു മലയാളം മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് അഭിജിത് നായർ, മാധ്യമ റിപ്പോർട്ടർ അഭിജിത് നായർ സംവിധാനം ചെയ്തൊരു ഫിലിമായിരുന്നു. അതിൽ നായികയ്ക്ക് മികച്ച സംസ്ഥാന
നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അത്. ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇരവ മിസ് ട്രാൻസ് വൈൻ സൗത്ത് ഇന്ത്യൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ ടൈറ്റിൽ വിന്നർ ആയിരുന്നു. നമ്മുടെ ഡൽഹി, ബാംഗ്ലൂർ ഒക്കെ കേരളം മത്സരിച്ചതിൽ ടൈറ്റിൽ വിന്നർ ആയിരുന്നു. അപ്പോൾ അതൊരു അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ദയ ആർട്സ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയിലെ മെമ്പറാണ്. അവിടുന്ന് തന്നെ ഒരുപാട് ഷോസുകൾ ചെയ്യാറുണ്ടായിരുന്നു. അത് മഴവിൽ ധോനി എന്ന് പറയുന്ന ആളുടെ ട്രൂപ്പിലായിരുന്നു ഞാൻ. അത് ശ്രീജി സുന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറായിരുന്നു. അപ്പം അങ്ങനെ പോകുന്നു. ഓക്കെ. ഈ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പഠിപ്പിച്ചത് ആരാ? എങ്ങനെയാ ഈ ഒരു ഫീൽഡിലേക്ക് മേക്കപ്പ് ചെയ്യാൻ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജിമാരുണ്ടല്ലോ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിമാരുടെ അടുത്ത് ഞാൻ മേക്കപ്പ് കോഴ്സിന് ചേരുമായിരുന്നു. തികച്ചും ഫ്രീ ആയിട്ടായിരുന്നു കോഴ്സ് പഠിപ്പിച്ചിരുന്നത്. അവിടെ അമ്മയാണെങ്കിൽ നമുക്ക് ഓരോ ബാച്ചിലും 2 ട്രാൻസ് വ്യക്തികൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിലൊരു കഴിഞ്ഞ ബാച്ചിൽ ഞാനും പിന്നെ ഹരിണി ചന്ദന എന്ന് പറഞ്ഞ എൻ്റെ മമ്മി ആയിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അപ്പം മേക്കപ്പ് കോഴ്സ് കഴിഞ്ഞിറങ്ങി ഇപ്പം ഒരു 1 month ആയിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് അതിലോട്ട് പോയില്ല. അപ്പം ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നവർ ചോദിക്കുന്നുണ്ട്. പിന്നെ ആ ഫീൽഡിലേക്ക് സജീവമാകാനാണ് താല്പര്യം. ഒപ്പം അഭിനയം കൊണ്ടുപോകാനും ഇഷ്ടമാണ്. അപ്പം അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചുരുക്കാണല്ലോ. അപ്പം അഭിനയിക്കാൻ ഇഷ്ടമാണ്. അപ്പം ട്രാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറികൾ കൂടുതൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ. നമ്മൾ ആദ്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയൊരു ചോദ്യമുണ്ട്. അതായത് ഈ സർജറിക്കുള്ള പൈസയും എങ്ങനെയാണ് കണ്ടെത്തിയത്? ഈ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞു, അതല്ലാതെ എങ്ങനെയാണ് ആ പൈസ കണ്ടെത്താൻ സാധിച്ചത്? പൈസ കണ്ടെത്താൻ ഞാനൊരു 4 വർഷം ഞാനവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അന്നേരം തന്നെ ആ പൈസ കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ സർജറിക്കൊക്കെ വളരെ എമൗണ്ട് കുറവായിരുന്നു. ഇപ്പോഴാണ് എമൗണ്ടൊക്കെ കുറച്ച് കൂടിയതിൽ ഫെസിലിറ്റീസൊക്കെ കൂടിയതുകൊണ്ട് സർജറിക്ക് എമൗണ്ട് കൂടി. അത് പിന്നെ ഈ സർജറിയുടെ പൈസ നമുക്ക് റീഫണ്ടഡ് ആയിരുന്നു. അപ്പം അത് വെച്ചിട്ട് അടുത്ത സർജറി ചെയ്തു, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അതെ. ഈ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വന്തം തിരിച്ചറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങൾ തേടി പോകുന്നു, അവിടെ സെക്സ് വർക്കറായിട്ട് ജോലി ചെയ്യുന്നു. കാരണം സർജറിക്കുള്ള പൈസ കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്സ് വർക്ക് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പൈസ കണ്ടെത്തുന്നവരോട് എങ്ങനെയാ ഒരു അഭിപ്രായം? സെക്സ് വർക്ക് ചെയ്യുന്നത് ഒരു തെറ്റായ ഇതാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണമല്ലോ. അതുപോലെ തന്നെ ഇപ്പം ഉദാഹരണം ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന വ്യക്തി ഇപ്പോൾ ഒരു വീട് വാടകയ്ക്ക് ചോദിക്കാൻ പോകുന്നത് നോർമലി ഒരു 5,000 വീടായിരിക്കും, അല്ലെങ്കിൽ ഒരു 3,000 വീടായിരിക്കും. കമ്മ്യൂണിറ്റിയെ കാണുമ്പോഴത്തേനും അവരതൊരു ട്രിപ്പിൾ ആക്കുകയാണെന്ന് വെച്ചാൽ ഒരു 15,000 രൂപ, ആ ഒരു 17,000 രൂപ എമൗണ്ട് ആക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് കണ്ടെത്തണം. അതുപോലെ തന്നെ ജീവിക്കാൻ ഭക്ഷണം വേണമല്ലോ, അതുപോലെ തന്നെ എല്ലാ ചിലവുകളും. അപ്പോൾ ഇത് പിന്നെ സ്ഥിരമായിട്ടൊരു ജോലിയില്ല. ജോലി എന്ന് വെച്ചാൽ ആരും ജോലി കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് സെക്സ് വർക്ക് എന്നുള്ളൊരു മേഖല തിരഞ്ഞെടുക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സ്ത്രീ എന്ന മനസ്സിനെ പുറത്ത് ശരീരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ മേജർ സർജറികളൊക്കെ വേണം. അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ് വേണം, ഡൗൺ ബ്രസ്റ്റിൻ്റെ സർജറി ചെയ്യാനായിട്ട് അങ്ങനെ ഒരുപാട് സർജറികളുണ്ട്. ഇതിനൊക്കെ പൈസ കണ്ടെത്താൻ ഇപ്പം ഒരു 15,000 രൂപയുടെ ഒരു ജോലി ചെയ്താൽ പോലും ഈ ജന്മം സർജറി നടക്കില്ല, ചിലവുകളൊക്കെ കാരണം. അപ്പം എല്ലാവരും തിരഞ്ഞെടുക്കുന്നതിന് മാർഗം എന്ന് പറഞ്ഞാൽ സെക്സ് വർക്ക് തന്നെയാണ്. അപ്പം സെക്സ് വർക്ക് ഒരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീ ഈ ഒരു ബേസിലാണ് നമ്മളെ സമൂഹം ഇവർ സെക്സ് വർക്കറാണ് എന്ന് മുദ്ര കുത്തുന്നത്. കാരണം സ്ത്രീകളിൽ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, പുരുഷന്മാരിൽ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും മുദ്ര കുത്തുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഈ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു തൊഴിൽ എടുക്കുന്ന സ്ഥാനത്ത് നമ്മളെ പൂർണ്ണമായിട്ടും സെക്സ് വർക്കേഴ്സ് എന്ന ലേബലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് നിന്ന് കിട്ടാത്തൊരു സ്വീകാര്യത എനിക്ക് തോന്നുന്നു കോഴിക്കോട് നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവിടെ തന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു 3-4 ദിവസം മുന്നേ പോലീസുകാരിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായതായിട്ട് വെളിപ്പെടുത്തിയിരുന്നു. അതെ, ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ്, ഒരു 3 ദിവസം മുമ്പ് സംഭവിച്ചതാണ്. നടക്കാവ് സ്റ്റേഷനിൽ ജിജേഷ് സാറിൻ്റെ ഭാഗത്തുനിന്ന് വളരെ പിന്നെ മാനസിക പരിഗണന പോലും ഇല്ലാത്തൊരു രീതിയിലുള്ളൊരു പ്രോബ്ലം ആയിരുന്നു എനിക്ക് ഉണ്ടായത്. അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്നെപ്പോലെ കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു പരാതിയായിട്ട് ഞാൻ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. നോർമലി പിന്നെ കോഴിക്കോട് എല്ലാ പോലീസ് സ്റ്റേഷനിലും ട്രാൻസ് ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയാം. ഒരു പരിധി വരെ ട്രാൻസ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ നടക്കാവ് സ്റ്റേഷനിലാണ് എൻ്റെ ചുറ്റളവിൽ എനിക്ക് പരാതി കൊണ്ടുപോകുക. അപ്പോൾ അവിടുത്തെ ട്രാൻസ് ഫ്രണ്ട്ലി ആണ്. അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് എല്ലാവർക്കും ട്രാൻസ് എന്താണെന്ന് അറിയില്ല, പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാരോട് അവർ നല്ല രീതിയിലാണ് പെരുമാറാറ്. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷേ ഈ
ജിജീഷ് എന്ന് പറഞ്ഞ CI വടകരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ പ്രൊമോഷൻ അല്ല, പുള്ളിക്ക് ട്രാൻസ്ഫർ ആയതാണ്. കാരണം വെച്ചാൽ അവിടെ ഒരു കസ്റ്റഡി മരണം ഉണ്ടായിരുന്നു വടകര വെച്ചിട്ട്. അപ്പോൾ അവിടുന്ന് ആ സ്റ്റേഷനിൽ എല്ലാവർക്കും സ്ഥലമാറ്റം കൊടുത്തിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞാൻ ആ പരാതിയായിട്ട് അവിടെ സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് എന്നോട് ട്രാൻസ് കമ്മ്യൂണിറ്റി ആണോ എന്ന് ചോദിക്കുകയും അതിനുശേഷം വളരെ മോശമായിട്ടുള്ള രീതിയിൽ എടാ പോടാന്ന് വിളിച്ച് സംസാരിച്ചു. നീ ആണാണ്, നിങ്ങൾക്കിത് കേസെടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ ആൾക്കാരൊക്കെ സെക്സ് വർക്കേഴ്സാണ്, ID കാർഡും ഒക്കെ നിങ്ങൾക്ക് സെക്സ് വർക്കിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ആണ് ഒരുപാട് മോശമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാറിൻ്റെ ഞാനൊരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, നീക്ക് ആണുങ്ങളല്ലേ, സെക്സ് വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഇവിടെ പരാതിയില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീ ഒരു റോഡിൽ നിൽക്കുന്ന ഒരു വേശ്യാസ്ത്രീ വന്നാലും ഒരു ജീവൻ റോഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യജീവൻ വന്ന് ഇവിടെ പരാതി തന്നാലും ആ ഒരു രീതിയിൽ പരാതി എടുക്കേണ്ടതാണ്. അല്ലാതെ ഞാനൊരു ട്രാൻസ് വ്യക്തിയാണ്, എൻ്റെ ആൾക്കാർ സെക്സ് വർക്കിന് നിൽക്കുന്നു എന്ന രീതിയിൽ കേസ് എടുക്കാതിരിക്കരുത്. ഞാൻ ചോദിച്ചു, സാർ എന്നെ കണ്ടിട്ടുണ്ടോ, ഞാൻ സെക്സ് വർക്കിന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഞാൻ പെട്രോളിങ്ങിൽ നിന്ന് പോകുന്ന സമയത്ത് സെക്സ് വർക്കിന് ആൾക്കാരെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. സാറിൻ്റെ ലോകം അതാണ്. പുള്ളിക്ക് CI എന്ന് പറയുന്ന ആൾക്കാർ നിയമത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് എന്താണെന്ന വ്യക്തി ട്രാൻസിനെ കുറിച്ച് അറിയാം. അത് പുള്ളിക്കാരൻ നൈറ്റ് പോകുന്ന സമയത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്കിൽ നിൽക്കുമ്പോൾ പുള്ളി അവരെ കാണുന്നു. എന്നിട്ടും അവരോട് ചോദിക്കുന്ന, ഞാൻ ഇതിന് ശേഷം അറിയാൻ സാധിച്ചു, പെട്രോളിങ്ങിന് പോകുന്ന സമയത്ത് അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ID കാർഡ് ഉണ്ടോ? ഓക്കെ, ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രം എന്നാൽ മതി. പുള്ളിക്ക് അത് തന്നെ, പുള്ളിക്കാരുടെ വിചാരം ട്രാൻസ്ജെൻഡേഴ്സിന് ID കാർഡ് കൊടുത്തിരിക്കുന്ന സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുള്ളിയുടെ ലോകം അതാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ്, റീൽസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഫാൻസ് ഉണ്ടാവും, കമൻസ് വരാറുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ അബ്യൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശം കമൻസ് എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? പൊതുവേ ഞാൻ മെസ്സേജ് ഒന്നും നോക്കാറില്ല. പിന്നെ റിക്വസ്റ്റിൽ നോക്കാറുണ്ട്. അതിനകത്ത് ഏതെങ്കിലും നോർമലി ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് അതുമായിട്ടുള്ള റിലേറ്റഡ് ആൾക്കാർ റിക്വസ്റ്റ് തന്നിട്ടുണ്ടെന്ന് ഞാൻ നോക്കാറില്ല. അതിനിടയ്ക്ക് മെസ്സേജൊക്കെ ഞാൻ ജസ്റ്റ് നോക്കും. അതിനിടയ്ക്ക് നോക്കുന്ന ടൈമിൽ ബാഡ് മെസ്സേജൊക്കെ കാണാറുണ്ട്. പക്ഷെ ഞാനത് അതിനുമായിട്ട് ഇഗ്നോർ ചെയ്യാറ്. റിയാക്ട് ചെയ്യാറില്ല. ഓക്കെ. ഈ അപ്പ് സർജറിയും ഡൗൺ സർജറിയും ഒക്കെ അല്ലാതെ വേറെ ഫേസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തി? ഫേസിൽ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു 1.5 year ബാക്കിൽ എൻ്റെ ഫേസ് ഇതല്ലായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഒരു 85% മാറിയിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. നോസ്, ഫോർഹെഡ്, ചീക്ക്, ചിന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എറണാകുളം റെനെ മെഡിസിറ്റിയിൽ അർജുൻ ഡോക്ടറുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിട്ടുള്ളത്. വിജയകരമായിരുന്നു സർജറി. ഈ വോയിസും ഇപ്പോൾ കുറച്ച് ഫീമെയിൽ വോയിസ് ആവാൻ മാത്രമുള്ള സർജറീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് പോകുന്നുണ്ടോ? അതിലേക്ക് പോകുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദം സാപ്പിൾ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളഞ്ഞതാണ്. അപ്പം സൗണ്ട് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ സൗണ്ടൊന്നും മാറ്റരുത്, ബാക്കിയൊക്കെ പോക്കോട്ടെ, എങ്ങനെ അല്ലെങ്കിൽ സൗണ്ടെങ്കിലും കേൾക്കണം, എനിക്ക് പഴയതുപോലെ അമ്മയ്ക്കൊരു ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് സൗണ്ടിൻ്റെ ഒരു സർജറിയിലേക്ക് പോകുന്നില്ല. ഓക്കെ. ഇപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറയാറുണ്ടോ കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയാറുണ്ടോ? കല്യാണം കഴിക്കാൻ പറയാറില്ല. കാരണം അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ്, അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് നല്ലപോലെ അറിയാം. എന്നുവെച്ചാൽ രാത്രി ഹസ്ബൻഡും ഇപ്പോൾ പെണ്ണുങ്ങളുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാകുന്നു, ആണുങ്ങളുടെ ഇടയിൽ തന്നെ പ്രശ്നം ഉണ്ടാകുന്നു. ഈ ആണുങ്ങൾ രാത്രിയിൽ ഭാര്യമാരെ ഉറക്കിക്കിടത്തിയിട്ട് പല സ്ഥലങ്ങളിൽ പോകുന്നു, പല ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ പെണ്ണുങ്ങൾ അതുപോലെ. അപ്പം അമ്മ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും വിവാഹം കഴിച്ച് പോകരുത്, മറ്റുള്ളവർ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ നമ്മുടെ സൗന്ദര്യം കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ പൈസ ഉണ്ട്, ഇതൊക്കെ ആയിരിക്കാം ഇവരുടെ ആഗ്രഹം. ഒരിക്കലും ആരും വിശ്വസിക്കരുത്. ഇനിയുള്ള കുറച്ച് കാലം സ്വന്തം രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുക. അറിയപ്പെടുന്ന എന്ന് വെച്ചാൽ നമ്മളിപ്പം ദീപാറാണി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ജീവിച്ച് മരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ വരും തലമുറകൾ ട്രാൻസ് കമ്മ്യൂണിറ്റി പറ്റ ആൾക്കാരൊക്കെ ഇന്ന ആൾ ജീവിച്ചിരുന്നു, അപ്പോൾ അതുപോലെ ആകാൻ ശ്രമിക്കട്ടെ എന്ന് എന്തെങ്കിലും ഒന്ന് ആക്കി കൂട്ടിയിട്ട് ഈ ഭൂമി വിട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതെ. ലിവിങ് ടുഗദറിൽ വിശ്വസിക്കുന്നതും വിവാഹത്തിൽ വിശ്വസിക്കാത്തത് അതുകൊണ്ടാണോ? അല്ല, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ആക്ച്വലി അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒറ്റത്തടിയായിട്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരാൾ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് പല ആവശ്യങ്ങൾക്കും ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. അത് നമ്മൾ 100 ആൾക്കാർ ഇപ്പം എന്നെ സ്നേഹിക്കാൻ ഒരു 10,000 ആൾക്കാർ ഇൻസ്റ്റാഗ്രാം നോക്കാമെങ്കിൽ ഉണ്ടാവും കൂടെ ജീവിക്കാൻ താമസിക്കുന്നത്. പക്ഷേ വളരെ സെലക്റ്റീവായിരുന്നു ഞാൻ അജ്മലെ തിരഞ്ഞെടുത്ത സമയത്ത്. അപ്പം എൻ്റെ കൂടെ ഒരു ഹെൽപ്പായിട്ട് ഉണ്ടാകണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോകുമ്പോഴും വരുമ്പോഴും കൂടെയും. അപ്പോൾ ഒരാൾ മാനസികമായിട്ട് നമുക്കൊരു പിന്നെ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് അജ്മൽ ഓക്കെയാണ്.
ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നിറയെ ദൈവങ്ങളുടെ ഫോട്ടോ ഇരിപ്പുണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, ഭയങ്കര വിശ്വാസിയാണോ? അതെ, ദൈവവിശ്വാസമുണ്ട് എനിക്ക്. ഹിന്ദു ദൈവത്തെയും മുസ്ലിംസിൻ്റെയും അല്ലാതെ ക്രിസ്ത്യൻസിൻ്റെ എല്ലാ ദൈവത്തെയും ഞാൻ ഒരേപോലെ ആരാധിക്കുന്നതാണ്. എൻ്റെ ഇവിടെ തന്നെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. അമ്മമാരെ കുറിച്ചുള്ള കൺസെപ്റ്റ് എല്ലാവരും വീഡിയോയിലൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ അമ്മയാണ് രഞ്ജുമ്മ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്താ അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മ അമ്മയമ്മ അങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. അങ്ങനെ ഒരു കൾച്ചറിൽ പോയ വ്യക്തി അല്ലായിരുന്നു ഞാൻ. പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, നമുക്ക് നോർമലി നമ്മുടെ ജനിപ്പിച്ച അമ്മയുണ്ട്, അതുപോലെ തന്നെ അവരെ പോലെ നമ്മൾ കാണേണ്ട വ്യക്തികളാണ് നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പം അമ്മ എന്ന് പേരുകൊണ്ട് വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അവരെ അമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ എല്ലാം ഉൾക്കൊണ്ടിട്ട് തന്നെ വേണം അവരെ അമ്മ എന്ന് വിളിക്കേണ്ടത്. അതുപോലെ തന്നെ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സർജറി ടൈമിൽ എനിക്കൊരു അമ്മയുണ്ട്, രാഗരഞ്ജിനി എന്ന് പറയും. അത് എറണാകുളം മെട്രോയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ അമ്മ അതാണ്. അപ്പം എന്താണ് അതാക്കാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞല്ലോ, ഞാൻ ബ്രണ്ണൻ മെഡിസിറ്റിയിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്ന സമയത്ത് എനിക്ക് കൂടുതൽ ഹെൽപ്പായിട്ട് എൻ്റെ പിന്നെ ആ രാഘവമ്മയുടെ എൻ്റെ അമ്മേൻ്റെ കുറെ മക്കളുണ്ടായിരുന്നു. അവരും കുറെ കൂട്ടിയിരുന്നു. അപ്പൊ അവരെയൊക്കെ ഞാൻ അമ്മ എന്ന് വിളിച്ച് കാണുന്ന രീതിയിൽ അപ്പൊ നമ്മളെ ഹെൽപ്പ് ആ ടൈമിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ നിന്ന് അങ്ങനെ ഏറ്റവും ഞാൻ അമ്മയായിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അമ്മ എന്നൊരു സങ്കല്പത്തില് രാഗ എന്ന് പറഞ്ഞ ആൾക്കാർ. പിന്നെ നമ്മൾ റെസ്പെക്ട് കൊടുക്കണം, അവർക്ക് റെസ്പെക്ട് കൊടുക്കണം. റെസ്പെക്ട് കൊടുക്കുന്ന വ്യക്തികളൊക്കെ ഞാൻ അമ്മ തന്നെയാണ് വിളിക്കുന്നത്. അമ്മ എന്ന് വിളിക്കുന്ന ഞാൻ എൻ്റെ അമ്മയെ പോലെ തന്നെ കണ്ടിട്ടാണ് വിളിക്കുന്നത്. പേര് വേണ്ടിയിട്ട് ആരും അമ്മ എന്ന് വിളിക്കാറില്ല, മമ്മിയെന്ന്. ഈ ഒരു കാര്യം ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു. കുറെ അറിയുന്ന മുഖങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ ദേവിയുടെ ഫോട്ടോ ആണല്ലോ, അപ്പോൾ എല്ലാം ദേവിമാരുടെ ഫോട്ടോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കുറേയൊക്കെ പരിചിതമായ മുഖങ്ങളുണ്ട്. എന്താ ഇങ്ങനെ ഒരു കലണ്ടറിന്റെ എന്തെങ്കിലും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കലണ്ടറിൽ മൊത്തം നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണ്, മോഡൽസ് ആണ് ചെയ്തിരിക്കുന്നത്. 2019 ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞത്, കലണ്ടറിന് വേണ്ടിയിട്ട് ഷൂട്ട് കഴിഞ്ഞത്. അതിന് അപ്പോഴത്തേനും പിന്നെ ലോക്ക്ഡൗൺ ആയി. അങ്ങനെ 2022 ഇത്, ഈ വർഷമാണ് ഇത് റിലീസ് ചെയ്തത്. ഇതിനകത്ത് നമുക്ക് അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാനും ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, നമുക്കറിയുന്ന ഒരുപാട് വ്യക്തികൾ ഈ ഫോട്ടോസിൽ നോക്കാമെങ്കിൽ ശ്രദ്ധിച്ചാൽ കാണാം. പിന്നെ പേരൊക്കെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ഇതൊരു വലിയൊരു, എനിക്ക് ഏറ്റവും ഈ എല്ലാ അച്ചീവ്മെന്റിനെക്കാളും ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ദേവീ രൂപം എന്ന് നമ്മൾ വെറുതെ വേഷം കെട്ടി എടുത്തല്ലോ. നമ്മൾ ആ ഫോട്ടോ കണ്ടിട്ട് അതേപോലെ വേഷം കെട്ടി നിൽക്കുമ്പോൾ, സത്യത്തിൽ ഞാൻ ഈ ഷൂട്ടിൻ്റെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് അഴിക്കാൻ നേരം ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ആ ദേവീൻ്റെ ഒരു പ്രതിരൂപമായിട്ട് മാറുകയാണ്. എന്തോ ആ ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെ ആയിപ്പോയത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ, ഇപ്പോൾ ഒരുപാട് ആളുകൾ തങ്ങളുടെ സ്വത്വം വെളിപ്പെടുത്താൻ ഭയമുള്ളവരുണ്ടാവും, നിവൃത്തിയില്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരോട് സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്താ പറയാനുള്ളത്? പല കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് സ്വത്വം വെളിപ്പെടുത്താത്തൊരു സാഹചര്യമുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ സ്വത്വം വെളിപ്പെടുത്തിയ കാരണം വെച്ചാൽ, ഞങ്ങൾക്ക് ഇപ്പം ട്രാൻസിൽ അത്ര വിസിബിലിറ്റി ആയി എല്ലാവരും അംഗീകരിച്ച് തുടങ്ങിയത് ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ടുള്ളൂ, ഒരു 2-3 വർഷമായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അന്നൊക്കെ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നാലും നാട്ടുകാരുടെ അടിയും ബഹളവും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നാണക്കേട് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്, കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ കോളേജിലൊക്കെ തലത്തിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. അതുപോലെ PSC അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് സപ്പോർട്ടാണ്. അപ്പം അതുപോലെ തന്നെ സ്വന്തം തുറന്ന് പറയുന്നത് വെച്ചാൽ, ഒരിക്കലും ഒരു അമ്മയും അച്ഛനും ഒരിക്കലും മക്കൾ ഇങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇപ്പോൾ അവരോട് പറയുക, ഞാനിങ്ങനെയാണെന്ന് പറയാം. എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് സെക്സ് വർക്കിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ട് ആ വീട് വിട്ട് ഇറങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ തന്നെ ഫൈറ്റ് ചെയ്ത് വീട്ടുകാർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടവർ കൗൺസിലിംഗ് കൊടുക്കാം, സംസാരിച്ച് ഒരു കുറച്ചൊക്കെ പരിധി വരെ നമുക്ക് വീട്ടിൽ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. വെച്ചാൽ സ്വന്തം വീട്ടിൽ നമ്മൾ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത് സ്വന്തം തുറന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ കൂടുതലൊരു വലിയൊരു കാര്യം വേറെ ഇല്ല. അപ്പം നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുത്ത് ജീവിക്കുക എന്നുള്ള എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം കോളേജ് തലത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, കോളേജ് തലത്തിലൊക്കെ ഒരുപാട് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ ജനറേഷനിൽ ട്രാൻസ് എന്താണെന്നും കമ്മ്യൂണിറ്റി സെക്സ് എന്താണെന്നും ജെൻഡർ എന്താണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവരുടെ വരുന്ന തലമുറ ചിലപ്പോൾ അതിൽ ട്രാൻസ് വ്യക്തികൾ ഉണ്ടാവാം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളർന്ന് വരുന്ന വലുതായി, നല്ലതുപോലെ പറയുകയാണെങ്കിൽ വളർന്ന് അവർ കല്യാണം കഴിച്ചൊരു കുട്ടി ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഒരു ട്രാൻസ് വ്യക്തികൾ ഉണ്ടാവാം. അപ്പം ആ കുട്ടികൾ അവരുടെ സ്വന്തം ഇവരോട് തുറന്ന് പറയുന്ന സമയത്ത് അവരോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അങ്ങനൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സ്വപ്നം. അതാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ സ്വപ്നം. എന്ന് വെച്ചാൽ, ഞാൻ ട്രാൻസ് ആണെന്ന് പറയുന്ന സമയത്ത് ട്രാൻസ് മെൻ ആവാം, ട്രാൻസ് വുമൺ ആവാം,
അപ്പം എന്ന് പറയുന്ന സമയത്ത് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് റോഡിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഇനി ഉണ്ടാകുന്ന തലമുറ കുട്ടികൾക്ക് ഉണ്ടാവരുന്നത് വെച്ചാൽ അവർ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരെങ്ങും പോകില്ല. ഒരു ഗേളിനെ പോലെ വളർത്തേണ്ടവരാണ് ഗേളിനെ പോലെ വളർത്തുക, ബോയിയെ പോലെ വളർത്തേണ്ടവരാണെങ്കിൽ അങ്ങനെ വളർത്തുക. അതാണ് ഞങ്ങളെപ്പോൾ എല്ലാ ആൾക്കാർക്ക് ഇനി വരുന്ന സ്വപ്നം എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം അറിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ എന്തായാലും വരും കാലം അങ്ങനെ ഒരു സമൂഹം തന്നെയായി മാറും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിൽ. നന്ദി. താങ്ക് യു സോ മച്ച്.